ഹലോ, നമസ്കാരം. പുതിയൊരു ടാരറ്റ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ളിലുള്ള ഒരു കാര്യത്തെ ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിലുള്ള ഏത് കാര്യത്തെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു സെൽഫ് ലവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ടൊരു കണക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ആക്ഷനുകളിലൂടെയും, നിങ്ങളുടെ കമൻസിലൂടെയും, നിങ്ങളുടെ ലൈക്സിലൂടെയും, വ്യൂസിലൂടെയും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക്, ഈ ഒരു റീഡിങ്ങിലേക്ക് എനർജീസിനെ സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ എനർജീസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ ഒരു ആക്യുറസി ഉണ്ടാവുക. ആൻഡ് എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഉള്ളിൽ ഹീൽ ചെയ്യപ്പെടേണ്ടതായി കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ഒരു കളക്റ്റീവ് റീഡിങ്ങുമാണ്, അതുപോലെ ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലായിരിക്കും നിങ്ങൾക്ക് ഇത് വാലിഡായി തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. റൈറ്റ് നൗ നിങ്ങളുടെ ഉള്ളിലുള്ള ഏത് കാര്യത്തെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളത്, അതുപോലെ അതിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫ് ലവ് ഓറിയൻറ്റഡ് ആകാൻ വേണ്ടി എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ ഹീൽ ചെയ്യാനായിട്ട് ഉള്ളത്? Ten of Pentacles, okay, and Knight of Cups, Four of Pentacles, and ഒരു കാർഡ് കൂടെ നോക്കാം, Queen of Cups. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് നെഗറ്റീവ് സൈഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഹീൽ ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാർഡുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ്സിനെ നിങ്ങൾ വളരെയധികം ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ബ്ലെസ്സിങ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാതെ, അതൊരു മണി എനർജി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ മണി എനർജിയെ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ടൊരു ഭയം കാണുന്നുണ്ട്. അതായത് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അത് തീർന്നു പോകുമോ എന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് നീഡ്സ് പോലെ നിങ്ങൾ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾ ചിലവാക്കാതെ നിങ്ങൾ അതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതൊരു മണി എനർജിയുടെ ഒരു കേസാകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ഒരു കണക്ഷൻ, അതൊരു റൊമാൻറ്റിക് കണക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാം. ഇവിടെ ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഒരു റൊമാൻറ്റിക് കണക്ഷനും കൂടി ആയിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കണക്ഷനെ നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളതിനെ ഒരു തരത്തിലും വിട്ട് കളയില്ല എന്ന് പറഞ്ഞ് നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ ഫോർ ഓഫ് പെൻറ്റക്കിൾസ് കാർഡിൽ കാണാം, നമുക്ക് കാല് കൊണ്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നത്. അതുപോലെ ഒരെണ്ണത്തിനെ ഇങ്ങനെ ടൈറ്റ്ലി ഹാർട്ടിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു, ഒരെണ്ണത്തിനെ നമ്മളിങ്ങനെ തലയിലേക്ക് വെച്ചിരിക്കുന്നു. അതായത് ഒരു ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, എന്നിട്ടും നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതായത് അതൊരു റിലേഷൻഷിപ്പ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മണി, നിങ്ങൾക്ക് വരുന്ന ആ ഒരു ബ്ലെസ്സിങ്, ഒരു മണി ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ ചെലവ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കാം. അതും ഇവിടെ കണക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മണി എനർജിയെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്പെൻഡ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അടുത്ത ഒരു സൈക്കിൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു മണി എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളിലേക്ക് വരുന്നു, അത് അവിടെ നിന്ന് അടുത്ത ഒരാളിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരണം. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ നിങ്ങളതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ, നിങ്ങളതിനെ സ്പെൻഡ് ചെയ്യാതെ പിടിക്കുന്ന സമയത്ത്
നിങ്ങൾക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് മണി നിങ്ങളിലേക്ക് വരില്ല. അങ്ങനെ അതിനെ അവിടെ നിങ്ങൾ ഹിൻഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു മെസ്സേജാണ് ഈ ഒരു കാർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലവ് അല്ല നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി അല്ല നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വിട്ട് കളയാനുള്ള ഭയം കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സണോട് അത്രയും അറ്റാച്ച്മെൻറ്റ് വന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഡിറ്റാച്ച്മെൻറ്റിനെ ഭയക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരാളെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ അത് വിട്ടു പോകാനുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൽ നിന്ന്, നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾക്കൊരു മണി എനർജി ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു പ്രോബ്ലം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ പറഞ്ഞ ആ ഒരു മണി എനർജിയെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു മണി എനർജി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ടാവില്ല. അപ്പം അവിടെയും നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളുടെ ലൈഫിനെ അവിടെയും ഹിൻഡർ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കണക്ടിവിറ്റി വരും. നിങ്ങൾക്ക് ഫാമിലിക്കുള്ളിൽ ഒരു നല്ല സ്മൂത്ത് ഫാമിലി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലോട്ട് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ കൊണ്ടുവരാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ ചില സമയത്ത് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാകുന്നത്, നിങ്ങൾ ടു മച്ച് കൺട്രോളിംഗ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലാകാം ടു മച്ച് കൺട്രോളിങ്ങിൻ്റെ ഒരു നേച്ചർ കാണിക്കുന്നു. അത് മേ ബി കുട്ടികളുടെ നേരെ ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണറുടെ നേരെ ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ നേരെ ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു കൺട്രോളിങ് എനർജി, ഒരു ഹെവി ആയിട്ടുള്ള കൺട്രോളിങ് നേച്ചറാണ് ഇവിടെ കാണുന്നത്. അതും ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള നിലയിൽ വരുന്നുണ്ട്. അതായത് ഫാമിലിയിൽ മേ ബി നിങ്ങളായിരിക്കാം ആ ഒരു ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ള ആളുകളിലേക്ക് ആ ഒരു കൺട്രോൾ പോകുമ്പോൾ അവർക്ക് അവിടെ ഒരു സഫോക്കേഷൻ, ഒരു ഹെൽത്തി ഫാമിലിയുടെ എനർജിയിൽ നിന്ന് മാറി ഒരു സഫോക്കേഷൻ്റെ എനർജിയിലേക്ക് അവർ മാറുകയാണ്. നിങ്ങൾ അവിടെയും ഒരു ഹീലിംഗ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നേച്ചറിനെ ഒന്നുകൂടി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്ന് വരുന്നത്, നിങ്ങൾ ചില ആളുകളുമായിട്ട് വളരെയധികം ഒരു ഇമോഷണൽ കണക്ടിവിറ്റി കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ഭയന്ന് നിങ്ങൾ ജീവിക്കുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമോ, അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ഒരു ആരും, നിങ്ങളിപ്പോൾ ഒരു മദർ എനർജിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികളാകാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണുന്ന വ്യക്തികളാകാം. എപ്പോഴും നിങ്ങൾ അവരെ നേർച്ചർ ചെയ്യുകയാണ്. അതായത് അവർ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട്, നിങ്ങൾക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ പോലും നിങ്ങളവിടെ വളരെയധികം ഒരു എഫേർട്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിനെ ഭയന്ന് നിങ്ങൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പീരീഡ് കഴിയുമ്പോൾ അവിടെ ഒരു എനർജി, അതായത് ആ എനർജി അവിടെ കട്ട് ഓഫ് ആകും. നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള എനർജി കട്ട് ഓഫ് ആകും. ഏത് കാര്യമായാലും അധികമായാൽ പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വളരെയധികം പരിശുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഒരു കപ്പിനകത്തിട്ട് അടച്ചു വെക്കുന്ന ഒരു എനർജി. അതായത് അത്രയും നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബ്രീത്ത് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കാതിരിക്കുന്നത്. ആ ഒരു ലവ് എനർജി എന്ന് പറയുന്നത് അവർക്ക്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ബ്രീത്തിങ് ചെയ്യാൻ പോലും സ്പേസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ
നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് കൊടുക്കുന്ന നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതൊരു പോസിറ്റീവ് ആയിരിക്കാം, നിങ്ങൾ ആ ഒരു വ്യക്തിയെ അത്രയും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നതായിരിക്കാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് അങ്ങനെയാണെന്ന് ഇവിടെ ഒരു തോന്നൽ വരുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾ കുട്ടികളോടായിരിക്കാം. ഇവിടെ ഒരു മദർ എനർജി എന്ന് പറയുമ്പോൾ പാരൻ്റ് ആയിരിക്കാം, നിങ്ങളിപ്പോൾ ഒരു പാരൻ്റ് ആയിരിക്കാം. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളിലേക്കായിരിക്കാം ആ ഒരു എനർജി കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ലേഡിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കപ്പിനകത്ത് അതിന് അടപ്പുണ്ട്. ആ അടപ്പിനകത്ത് അടപ്പ് വെച്ചിട്ട് ആ കപ്പിനകത്തേക്ക് ആ ഒരാളെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ നോർമലി ഉണ്ടാകുന്ന ഒരു സഫോക്കേഷൻ, ആ ഒരു ഫേസ് അവരവിടെ അതിലൂടെ ഗോ ത്രൂ ആകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരു ഓൾറെഡി ഇവിടെ ഒരു കൺട്രോളിങ് എനർജിയുടെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൽ ഒരു ഫാമിലിയിൽ കൺട്രോളിങ് കണ്ടു. സോ അതും ഇതും കൂടി കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരിലേക്ക് ഓവർലി കോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇമോഷണലി വളരെയധികം ആ ഒരു പേഴ്സണിലേക്ക് അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് അവെയർ ആവുക. അവർക്ക് സ്പേസ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു ഹീലിങ്ങിൽ എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്യാനുള്ളത് എന്നുള്ളത് നോക്കാം. ഈ കാര്യങ്ങളാണ് ഇവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നത്. അടുത്തത് നമുക്ക് എന്ത് കാര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഹീലിംഗ് ജേർണി കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നോക്കാം. 5 of Swords, the Sun, 2 of Pentacles, 7 of Swords, ആൻഡ് ഫൈനലി അഗെയിൻ Queen of Cups തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഓവർലി ഒരു മദർ എനർജിയിലേക്ക് കണക്റ്റ് ആവുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ Queen of Cups അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ബാധ്യതയാകാത്ത രീതിയിൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരാളെ എത്ര പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ കണ്ടത്. നിങ്ങൾ കെയറിങ് കൊടുക്കുന്നതും എല്ലാം നിങ്ങളുടെ ആ ഒരു ഫ്ലോ, നിങ്ങളുടെ ആ ഒരു ട്രൂ ലവ്, നിങ്ങളുടെ ആ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷനെ എല്ലാം മറ്റുള്ള ഒരു വ്യക്തിക്ക്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ആ ഒരു സ്റ്റെബിലിറ്റി വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ മറ്റു വ്യക്തികളിലേക്കുള്ള ആ ഒരു ഫോക്കസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ 5 of Swords എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ സിറ്റുവേഷനെയും ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. എല്ലായിടത്തും എൻ്റെ കൈ എത്തണം, ഞാൻ എത്തിയാൽ മാത്രമേ ശരിയാകൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും വലിച്ച് തലയിൽ വെക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ. ഈ 7 of Swords അങ്ങനെയാണ്, ടയേർഡായിട്ട് നിൽക്കുകയാണ്. 2 of Pentaclesൻ്റെ എനർജിയും അതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാത്തിലും പോയിട്ട് ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നിനും ബാലൻസ് ചെയ്യാൻ പറ്റാതെ ടൂ മച്ച് ടയേർഡായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി മുഴുവൻ ലോസ് ആവുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അതേപോലെ യൂസ് ചെയ്യുന്നു. ആ നിങ്ങളുടെ ഒരു കൺസേൺ കൊണ്ടായിരിക്കാം, മറ്റുള്ള ആളുകളിലേക്കുള്ള നിങ്ങളുടെ കൺസേൺ ആയിരിക്കാം ഇവിടെ അവരിലേക്കൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആകുന്നതിനുള്ള കാരണം. പക്ഷേ അവർ നിങ്ങളെ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്നിനും വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആവശ്യമുള്ളത് മാത്രം എടുത്ത് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ കണക്റ്റ് ആവുക. അതായത് നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ചില വ്യക്തികളുണ്ടാകും, അവരിലേക്ക് മാത്രം നിങ്ങൾ എനർജി കൊടുക്കുക. നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ അഡ്വൈസുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു നേച്ചറിനെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ലൈഫ് ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കായിരിക്കാം കൂടുതലായിട്ട് എനർജി പോകുന്നത്. അപ്പം നിങ്ങളുടെ അതർ സൈഡ് എന്ന് പറയുന്നത് എനർജി എത്താത്ത, അവിടെ ബുദ്ധിമുട്ടി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതാണ് ഇവിടെ ഈ 2 of Pentaclesൽ കാണിക്കുന്നത്. അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ, നിങ്ങളെക്കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുക.
അതുപോലെ സൺ എനർജിയാണ്. നിങ്ങളെല്ലാവർക്കും ഒരു വെളിച്ചം തന്നെയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ ഒരു വെളിച്ചമാണ്. അതായത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയും. പക്ഷേ ഈ ജ്വലിച്ചു നിൽക്കുന്ന ഈ എനർജി കൊണ്ട് അവർക്ക് വെളിച്ചം കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ എന്താകാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് ഞാൻ ഓൾറെഡി ആ ഒരു ഹീലിംഗ് സൈഡിൻ്റെ കാര്യം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങളുടെ പാമ്പറിങ് കൊതിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കെയർ, അറ്റൻഷൻ എല്ലാം കൊതിക്കുന്ന ഒരു ഇന്നർ ചൈൽഡ് നിങ്ങൾക്കുള്ളിലും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ലഭിക്കാതെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് അവർക്ക് ആ ഒരു ലാക്ക് എനർജി ഉണ്ടാകരുത് എന്ന് കരുതി നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ നിങ്ങളെ കൂടി കൺസേൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ നിഷ്കളങ്കതയും നിങ്ങളുടെ ആ ഒരു പ്യൂരിറ്റിയും എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിലേക്കുള്ള നിങ്ങളുടെ ആ എനർജി ഫ്ലോയെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സൺ എനർജി എന്ന് പറയുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അതുപോലെ അത് നിങ്ങളുടെ ലൈഫിലും ഒരു സൺ എനർജി ആയിരിക്കണം, അത് മറ്റുള്ള ആളുകൾക്കും ഒരു സൺ എനർജി ആയിരിക്കണം. അങ്ങനെയാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സോ കുറച്ചുകൂടി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടി ഫോക്കസ് കൊടുക്കുക. സെൽഫ് ലവ്, ഇവിടെ സെൽഫ് ലവിൻ്റെ ഒരു മെസ്സേജാണ്. ഈ സൺ കാർഡ് എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഏറ്റവും ഹയസ്റ്റ് മെസ്സേജ് കൊടുക്കുന്ന ഒരു കാർഡ് കൂടെയാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ പാമ്പർ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഒരു മെസ്സേജാണ്. ഇവിടെ ഈ കുതിരയുടെ പുറത്ത് ഒരു കുട്ടി ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു മെച്വേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ ഇന്നർ ചൈൽഡിലേക്ക്, അവൻ്റെ ഉള്ളിലും ഈ പറയുന്ന എല്ലാ പാമ്പറിങ്ങും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ടൂ മച്ച് എനർജി മറ്റുള്ള സോഴ്സുകളിലേക്ക്, മറ്റുള്ള വ്യക്തികളിലേക്ക് കൊടുക്കാതെ കുറച്ച് നിങ്ങളിലേക്കും കൂടി കണക്ട് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഓൾസോ ഇമോഷണലി ഉണ്ടാകുന്ന എല്ലാ വൂണ്ടുകളെയും, മറ്റുള്ള ആളുകൾ പറയുന്ന ഓരോ വാക്കുകളെയും നമുക്കിവിടെ ഈ ഒരു സോഡ്സിനെ നമുക്ക് വാളുകളായിട്ട് കൺസിഡർ ചെയ്യാം. ഈ സോഡ്സിനെ നമുക്ക് വാക്കുകളായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഓരോ ആളുകളും വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കുകളെയും നിങ്ങൾ എടുക്കേണ്ടതിനെ മാത്രം എടുത്ത് നിങ്ങളവിടെ നിങ്ങളെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡേഷൻ പ്രതീക്ഷിച്ച്, നിങ്ങളെല്ലാവർക്കും ഒരു ന്യായീകരണം കൊടുത്ത് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ആകെ ടയേർഡായി, ആകെ അവശതയായി നിങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ശ്രമിക്കേണ്ട. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് ലവിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹീലിങ്ങിൻ്റെ ഒരു സമയത്തേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. കുറച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളുകളല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ ഈ സൺഫ്ലവർ എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഉയരത്തിലേക്ക് പൊങ്ങി വളരുന്ന ഒരു പൂക്കളാണ്. സൂര്യൻ്റെ എനർജി അനുസരിച്ച് അവർക്ക് അവിടെ ബൗണ്ടറീസോ ലിമിറ്റേഷൻസോ ഒന്നുമില്ല. സോ അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ള ഓരോ ബീയിങ്സാണ് നമ്മൾ ഓരോരുത്തരും. സോ അതിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു റീഡിങ്ങിൽ നിന്നുള്ളത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബ്ലെസ്സിങ്സ്.